മീഡിയാടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1000 രൂപ റേഞ്ചിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരെ ഏറ്റവും കൂടുതലും ചൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് പോട്രോണിക്സ് ബ്രാൻഡിന്റെ സൗണ്ട്രം 1 എന്ന് പറയുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോഴും നല്ല രീതിയിൽ ഓൺലൈനിലൂടെ സെല്ലായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ചില പോരായ്മകൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പോട്രോണിക്സ് സൗണ്ട്രം 1 എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതുപോലുള്ള റിവ്യൂ വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്നും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞാൻ യൂസ് ചെയ്തതിന് ശേഷം മാത്രമുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതുപോലൊരു ബോക്സിലാണ് നമ്മുടെ പോട്രോണിക്സ് സൗണ്ട്രം 1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ഒരു ചാർജിങ് കേബിൾ, അതുപോലെ തന്നെ നമ്മുടെ പോട്രോണിക്സ് സൗണ്ട്രം 1 എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. നമ്മളിതിൻ്റെ ബ്ലൂ കളർ വേരിയൻ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഓറഞ്ചും ഗ്രീനും അല്ലെങ്കിൽ വൈറ്റും പോലുള്ള വേരിയൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. സോ എനിക്ക് ഇച്ചിരി കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു ബ്ലൂ കളറാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ കളർ തന്നെ ചൂസ് ചെയ്തത്. ഒരു ഡ്രം ഷേപ്പിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് പോട്രോണിക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും സൗണ്ട്രം എന്നുള്ള ഒരു പേരും കൊടുത്തിട്ടുള്ളത്. സോ പോട്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡിങ് അവിടെ കൊടുത്തേക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഒന്ന് ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കൺട്രോൾസ് ബട്ടൺസ് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. വോളിയം റോക്കേഴ്സ് ബട്ടണും പ്ലേ ആൻഡ് പോസ് ബട്ടണും കൊടുത്തിട്ടുണ്ട്. സോ ഇത് മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ബട്ടൺസ് ആണ്. അത് നമുക്ക് പിന്നീട് പറഞ്ഞു തരാം. സോ അതിനുശേഷം ഒന്നുകൂടെ ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു USB പോർട്ട്, അതുപോലെ തന്നെ Type-C ചാർജിങ് പോർട്ടും കാണാൻ വേണ്ടി സാധിക്കും. USB പോർട്ടിലേക്ക് നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് മ്യൂസിക് കേൾക്കാനും അതുപോലെ തന്നെ Type-C പോർട്ടിലൂടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ചാർജ് ചെയ്യാനും വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് വന്നിട്ടുള്ളത്. മെറ്റൽ ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഗ്രിൽസ് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇതിൻ്റെ ബേസ് ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രിൽസ് ആണ്. സോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 ഗ്രാമിനുള്ളിൽ മാത്രമാണ് വരുന്നത്. അതുപോലെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രീമിയം ക്വാളിറ്റി ലുക്ക് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നുണ്ട്. നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സൈസിലുള്ള സ്പീക്കറാണ് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. നമുക്ക് കയ്യിലൊക്കെ കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റും സൈസും ഒക്കെ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റിന് പോട്രോണിക്സ് നൽകിയിട്ടുള്ളൂ. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് അതിൽ വേണമെന്ന് തോന്നിയ മറ്റൊരു കാര്യമായിരുന്നു നമുക്ക് ഇതിനകത്ത് ടൈ ചെയ്യാനുള്ള 2 ഹോൾസ്. അതായത് നമുക്കൊരു വള്ളി കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വള്ളി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചുകൊണ്ട് നടക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു. സോ അത് ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നു. സോ എന്തായാലും ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി ആൻഡ് ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിൽറ്റ് ക്വാളിറ്റിയും ഡിസൈൻ തന്നെയാണ് ഇവർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റി ആൻഡ് ഡിസൈനിന് റേറ്റിംഗ് കൊടുക്കുന്നത് 4.5 സ്റ്റാർ ആണ്. ഇനിയും ഇതിന്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് പെയർ ചെയ്യാനും കണക്ട് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. നിങ്ങൾ ഒരു വട്ടം നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കണക്ട് ആണെന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് നൽകുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കീസ് നമുക്ക് മൾട്ടി ഫംഗ്ഷണൽ യൂസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ഈ ഒരു പവർ ബട്ടണിൽ നമ്മൾ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്തിൽ നിന്ന് FM-ലോട്ടോ അല്ലെങ്കിൽ FM-ൽ നിന്ന് ബ്ലൂടൂത്തിലേക്കൊക്കെ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണിൽ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് മ്യൂസിക്കിലേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മ്യൂസിക്കിലേക്കൊക്കെ തന്നെ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. ഇനിയും ഇതിൻ്റെ പ്ലേ ആൻഡ് പോസ് ബട്ടണും മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഒരു ബട്ടൺ തന്നെയാണ്. അത് വെച്ചിട്ട് നമ്മൾ മ്യൂസിക്കൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം പ്രസ് ചെയ്യുന്ന സമയത്ത് പോസ് ആക്കാനും പ്ലേ ആക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. ഇനിയും ഈ ഒരു സ്പീക്കറിൽ FM മോഡ് ഇട്ടതിന് ശേഷം ഈ ഒരു പ്ലേ ആൻഡ് പോസ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു സ്ഥലത്ത് കിട്ടുന്ന FM സ്റ്റേഷൻ കണക്ട് ചെയ്ത് തരുന്നതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തിലെ ഈ ഒരു മൾട്ടി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീസ് നമുക്ക് ചെയ്തു തരുന്നത്. ഇനിയും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബേസും വോക്കൽ ക്വാളിറ്റിയും എല്ലാം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നുണ്ട്. നല്ല രീതിയിലുള്ള സൗണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. 1-2 റൂമിലൊക്കെ തന്നെ ഒരുമിച്ച് DJ പാർട്ടി നടത്താൻ ഈ ഒരു സ്പീക്കർ മതി. നല്ല രീതിയിലുള്ള ബേസ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്തൂടെ ലഭിക്കുന്നുണ്ട്. ഇനിയും ഇതിനകത്ത് നിങ്ങൾക്ക് ബേസ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബേസ് ബൂസ്റ്റ് ആപ്ലിക്കേഷൻ വല്ല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരൂടെ ബെറ്റർ ആയിട്ടുള്ള ബേസ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നീട് എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഒരു 90% എബോ ഒക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്ന സമയത്ത് വോക്കൽ ക്വാളിറ്റി ചെറുതായിട്ട് നഷ്ടപ്പെടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ചിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി അതുപോലെ തന്നെ ആ ഒരു ബേസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചു തരാം. ആ ഒരു ഡെമോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ വിലയിരുത്തുക. അതിനുശേഷം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. Search for the light that could just open my eyes. Oh no, 6th floor right now.
ഇപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മ്യൂസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് 100% വോളിയത്തിൽ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. എങ്കിലും വീഡിയോയിലൂടെ കാണുമ്പോൾ ഒരു പരിമിതിയുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റിംഗ് 4.5 സ്റ്റാർ ആണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. 2000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. 80% വോളിയം ഒക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 9 മണിക്കൂറൊക്കെ റേഞ്ചിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സെഗ്മെൻറ്റിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ക്വാളിറ്റിയും പോട്രോണിക്സിൻ്റെ സൗണ്ട്രം 1 എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ 5 സ്റ്റാർ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്ത് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ബഗ് കൂടെ പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്തായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ ഇത് ഫുൾ ചാർജ് ആക്കി വെച്ചാൽ പോലും 90% ആയിരിക്കും ആദ്യം കാണിക്കുന്നത്. ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് 80%ലേക്ക് മാറുന്നത് കാണാൻ വേണ്ടി സാധിക്കും. പിന്നീട് കുറച്ച് നേരം 80%, 70%ഒക്കെ നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇതിൻ്റെ ബഗ്ഗാണോ അതോ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ആണോ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ആ ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. ഇനിയും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൂടെയൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു മാക്സിമം 1300 രൂപയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും താഴെ നല്ല ഡിസ്കൗണ്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 800 രൂപയ്ക്കുള്ളിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഇത് വലിയ സെയിലൊക്കെ വരുന്ന സമയത്ത് 800 രൂപയ്ക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് 1000 രൂപയ്ക്കായിരിക്കും ഫ്ലിപ്കാർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഓവറോൾ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വെച്ചിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ ബേസ് നൽകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ട്രാവലൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈസും വെയിറ്റും ഒക്കെ തന്നെ വെച്ചിട്ടാണ് പോട്രോണിക്സ് സൗണ്ട്രം 1 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. 1 ഇയർ വാറണ്ടി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഓവറോൾ ആയിട്ട് ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 4 സ്റ്റാർ ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കിടിലനായിട്ടുള്ള റിവ്യൂ വീഡിയോസുകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.